കേന്ദ്ര മന്ത്രിസഭ അടിയന്തര യോഗം കൂടുകയാണ്. നിർണായകമായ തീരുമാനം ഉടൻ തന്നെ എടുത്തില്ലെങ്കിൽ അത് മന്ത്രിസഭയുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കും. മന്ത്രിസഭയുടെ കാലാവധി തീരും മുമ്പ് തന്നെ ഈ ഭരണത്തെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഒരു മഹാ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷുബ്ധ പരിപാടി സംഘടിപ്പിക്കാൻ അവരെ കൊണ്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ജ്ഞാനേഷ് കുമാർ വെല്ലുവിളി കൂടി നടത്തിയതാണ് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തിനെയും ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അഹങ്കാരത്തിന്റെ വാക്കുകളാണ് ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്. അതായത് തെറ്റ് കാണിച്ചു എന്നത് പകൽ പോലെ വ്യക്തമായിട്ടും അവിടെ കിടന്ന് ഉരുളുകയാണ് ജ്ഞാനേഷ് കുമാർ. അതിന് പകരമായി ജ്ഞാനേഷ് കുമാർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആകുമ്പോൾ സ്വാഭാവികമായും 2-3 തെറ്റുകളൊക്കെ പറ്റും. അത് ഇന്ത്യ രാജ്യത്ത് പൊതുവായി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം, അല്ലെങ്കിൽ തെളിവുകൾ കൃത്യമായി നിരത്തണം, ഇല്ലെങ്കിൽ മാപ്പ് പറയണം പരസ്യമായി. ആരോട്? ജ്ഞാനേഷ് കുമാറിനോട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഡിഫമേഷന് കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നേതൃത്വം. അത് വ്യക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നു. ജ്ഞാനേഷ് കുമാറിനെ ജയിലിൽ അടയ്ക്കുന്ന രീതിയിലുള്ള തെളിവുകളുണ്ട്. ഇതിന് കൂട്ടുനിന്ന മറ്റുദ്യോഗസ്ഥരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ജ്ഞാനേഷ് കുമാറിനെ നീക്കേണ്ടതിന്റെ ആവശ്യം വരുന്നു. പുതിയ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്താൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കൂടി പാനലിൽ അംഗമായിരിക്കണമെന്ന നിബന്ധനയാണ് രാഹുൽ ഗാന്ധി വെച്ചിരിക്കുന്നത്. ഈ വിഷയം, അതായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പോരാട്ടത്തിൽ TDPയും അതുപോലെ ഐക്യജനതാദളിലെ നിരവധി MP-മാരും തുടക്കം മുതൽ തന്നെ പിന്തുണ നൽകുകയാണ്. അവർ ഒരു വോട്ടെടുപ്പ് വന്നാൽ, അവർ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ വന്നാൽ പ്രതിപക്ഷം കൊണ്ടുവരുന്നതിനെ പിന്തുണയ്ക്കില്ല എന്ന് ആര് കണ്ടു? അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ജ്ഞാനേഷ് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ BJP നേതൃത്വം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായി മനസ്സിലായിരിക്കുന്നു കള്ളക്കളി പിടിക്കപ്പെട്ടു. വാരണാസിയിൽ ഉൾപ്പെടെ ഒരു ചെറിയ മുറിയിൽ 200-250 വോട്ടുകൾ നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി തോൽക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലത്തിൽ പിന്നീട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ലീഡ് ചെയ്തതിന്റെ ഗുട്ടൻസ് ആണ് ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിരിക്കുന്നത്. ഗുജറാത്തിലൊക്കെ ഏകാധിപത്യമാണ്, അവിടെ കള്ളത്തരങ്ങളാണ്. കള്ള വോട്ടുകൾ ലക്ഷങ്ങൾ എണ്ണിച്ചേർക്കപ്പെടുന്നു എന്നുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിൽ പുതിയ തെളിവുകൾ പുറത്തു വരുന്നു. ഇതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ജ്ഞാനേഷ് കുമാറിനെ എല്ലാത്തിന്റെയും കൂടി ഉത്തരവാദിത്തം കൊടുത്ത് രാജിവെപ്പിക്കുക. ജ്ഞാനേഷ് കുമാർ ഒട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ തന്നെ പുറത്താക്കിയാൽ BJPക്ക് കൃത്യമായി പണി കൊടുത്തിട്ട് ഇറങ്ങൂ. തന്റെ ക്രെഡിബിലിറ്റിയെ ഹനിച്ചുകൊണ്ട് BJP നേതൃത്വം തടി തപ്പാമെന്ന് വിചാരിക്കുകയേ വേണ്ട. പണം കൊടുത്തതും പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട സകലമാന കോഴ വാഗ്ദാനങ്ങളുടെ തെളിവുകളും പുറത്തുവിടുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.